എനിക്ക് ഒരു ഗോഡ് ഫാദറും ഇല്ല ഈ പാർട്ടിയിൽ. ഞാനും ആരുടെയും ഗോഡ് ഫാദർ ആകുന്നില്ല. ഞാൻ അന്നും ഇന്നും എന്നും ഒരു പ്രവർത്തകനാണ്. ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ പ്രസംഗത്തിലും ഞാൻ പറയാറുള്ളത്, ഈ പാർട്ടിയിൽ ശാശ്വതമായ ഒരു പോസ്റ്റേ ഉള്ളൂ, ഒരു പ്രവർത്തകൻ എന്ന പോസ്റ്റ്. ബാക്കി എല്ലാ പോസ്റ്റും ഒരു നിശ്ചിത കാലയളവിന് വേണ്ടിയാണ്, വരും പോകും. ഇതാണ് എൻ്റെ പോളിസി. ഇതാണ് ഞാൻ പ്രസംഗിച്ചാലും ഞാൻ ക്ലാസ് എടുത്താലും പ്രവർത്തകരോട് പറയുന്നതും ഞാൻ ജീവിതത്തിൽ പാഠമാക്കിയിട്ടുള്ളത് ഇതാണ്. അതുകൊണ്ട് എനിക്കൊരു ഗോഡ് ഫാദറും ഇല്ല, ഞാൻ ആരുടെയും ഗോഡ് ഫാദറും അല്ല. ഞാൻ അന്നും ഇന്നും എന്നും ഒരു പാർട്ടിയുടെ പ്രവർത്തകൻ. പാർട്ടി അതാത് സമയങ്ങളിൽ ഒരു നിശ്ചിത കാലത്തിന് എനിക്കൊരു ചുമതല തന്നാൽ ആ ചുമതലയിൽ നിന്ന് എനിക്കുള്ള ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുക. ആ ചെയ്തിട്ട് അതിൽ റിസൾട്ട് ഉണ്ടാകുമ്പോൾ ഒരു ആത്മസംതൃപ്തി ഇതനുഭവിക്കുക. ഇതിലപ്പുറം എനിക്കിതിൽ നിന്ന് വേറെ ഒന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ജീവിക്കാൻ, എൻ്റെ മോള് പഠിക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ വൈഫ് കുറച്ച് പണിയെടുക്കുന്നുണ്ട്, സംഘടനാ പ്രവർത്തനത്തോടൊപ്പം പണിയെടുക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ അച്ഛൻ കൂലിപ്പണി ചെയ്തും ചായക്കട നടത്തിയൊക്കെ സമ്പാദിച്ച കുറച്ച് വസ്തുവകളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് വീടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് അത്രയും മതി ജീവിക്കാൻ. എനിക്കാകെ വേണ്ട ഒരു ഏണിംഗ് എന്ന് പറയുന്നത്, ഒരു സംഘടനാ പ്രവർത്തനം നടത്തി ആ സംഘടനാ പ്രവർത്തനം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വിജയത്തിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയാണ്. എന്നെപ്പോലെ, ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ആയിരക്കണക്കിന് പ്രവർത്തകർ, ബൂത്തിലെ പ്രവർത്തകർ, ആ പ്രവർത്തകർക്ക് ആഗ്രഹിക്കുന്ന നേട്ടം ഇത് മാത്രമാണ്.